മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാവുകയാണ്. അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മഴക്കാലം ആരംഭിച്ചു വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറുവാൻ തയ്യാറായിട്ടില്ല. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. നിലവിൽ കാട്ടാന കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത്. ചെണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതേസമയം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പതിവായി എസ്റ്റേറ്റ് മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി. അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. മുമ്പ് മഴക്കാലങ്ങളിൽ കാട് കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെ എത്തി തീറ്റ തേടിയിരുന്നത്. ആനയുടെ ഈ പ്രവണതയ്ക്കാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സിറ്റി വിഷൻ മൂന്നാർ.